പാലക്കാട് നെല്ലിയാമ്പതി ചുരംപാതയിൽ നിലയുറപ്പിച്ച് കാട്ടാന. ഗതാഗതം 1 മണിക്കൂറോളം സ്തംഭിച്ചു. റോഡിന്റെ വശത്ത് കാട്ടാന നിലയുറപ്പിച്ചതോടെ വാഹനങ്ങൾ വഴിയിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്ഥിതിവിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, ഇപ്പോഴും ഈ റോഡിൽ വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുകയാണോ? കാട്ടാന നിലയുറപ്പിച്ച സ്ഥാനത്തു നിന്നും മാറിയിട്ടുണ്ടോ? വനം വകുപ്പ് ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടോ? അരുൺ ആലത്തൂർ. വിനോദ്, ഇന്ന് വൈകിട്ട് ഒരു 6 മണിയോടുകൂടെയാണ് ഈ പാലക്കാട് നെല്ലിയാമ്പതി ചുരപ്പാതയിലെ കാട്ടാന നിലയുറപ്പിച്ചത്. നമുക്കറിയാം, ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ധാരാളം വാഹനങ്ങൾ ആ വഴി വന്നിരുന്നു. പ്രത്യേകിച്ച് വിനോദസഞ്ചാരികൾ അവർ നെല്ലിയാമ്പതി ചുരം കണ്ട് നെല്ലിയാമ്പതി കണ്ട് മടങ്ങുന്ന ആളുകളും അതുപോലെ തന്നെ നെല്ലിയാമ്പതിയിലേക്ക് കയറി പോകുന്ന ആളുകളും ഉൾപ്പെടെ ഈ ചുരത്തിന്റെ പാതയുടെ 2 വശങ്ങളിലായിട്ടുണ്ടായിരുന്നു. എന്നാൽ റോഡരികിൽ ഈ ആന വന്നതോടുകൂടെ 2 വശത്തും വാഹനങ്ങൾ കടക്കാനാവാതെ നിലയുറപ്പിക്കുകയായിരുന്നു. ഒരുപാട് വാഹനങ്ങൾ വഴിയിൽ കുടുങ്ങി. ഏകദേശം 1 മണിക്കൂറോളം നേരം 7 മണി വരെ 7:30 വരെ ആന ഈ ചുരംപാതയിൽ നിലയുറപ്പിക്കുകയായിരുന്നു. പിന്നീട് അത് കാട്ടിലേക്ക് കയറി പോവുകയും ചെയ്തു. പക്ഷേ ജനങ്ങൾ വലിയ രീതിയിൽ വഴിയിൽ കുടുങ്ങി. അതിനിടയിൽ ഈ ആന നിൽക്കുമ്പോൾ തന്നെ ചില കാറുകളും മറ്റുമൊക്കെ എടുത്ത ആളുകൾ അതിവേഗം റോഡിലൂടെ പാഞ്ഞു പോവുകയും ചെയ്തു. ഏതായാലും ഈ ചുരംപാതയിൽ ഇങ്ങനെ ആനകൾ ഇറങ്ങുന്നത് ഇടക്കിടക്ക് തുടർക്കഥയായി മാറുന്ന ഒരു സ്ഥിതിയാണ്. പ്രത്യേകിച്ച് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, വിനോദസഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. പലപ്പോഴും ഈ വിനോദസഞ്ചാരികൾക്ക് നേരെയൊക്കെ ആന പാഞ്ഞെടുക്കുന്ന സ്ഥിതി ഉൾപ്പെടെ ഈ നെല്ലിയാമ്പതി ചുരംപാതയിൽ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വനം വകുപ്പ് ധാരാളം വിനോദസഞ്ചാരികൾ വരുന്ന കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് നെല്ലിയാമ്പതി എന്നുള്ളത് കൊണ്ട് തന്നെ വനം വകുപ്പ് ഇത്തരത്തിൽ കാട്ടാന ചുരംപാതയിലോ അല്ലെങ്കിൽ വിനോദസഞ്ചാരികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന തരത്തിലോ എത്താതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവും ഇതിനോടകം തന്നെ ഉയരുന്നുണ്ട്.